ശാസ്താവും അയ്യപ്പനും ഒന്നാണെന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നും. ഒന്ന് ദേവനും മറ്റൊന്ന് മനുഷ്യൻ സിദ്ധാവസ്ഥ എത്തി ഭഗവാനിൽ ലയിച്ചതുമാണ്. വസ്ത്രം പോലും വ്യത്യാസമാണ്. അയ്യപ്പന് കറുപ്പാ, ശാസ്താവിന് നീലയാണ്. മകുടം സ്വർണ്ണമാണ് ശാസ്താവിന്. ലൗകികനാണ്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. സ്വാമി ബ്രഹ്മചാരിയാണ്, ജടാമകുടമാണ്, കിരീടമില്ല. ശാസ്താവിൽ തന്നെ അയ്യപ്പനിൽ തന്നെ ഒരു 100 വ്യത്യാസം. രേവന്തൻ എന്ന് പറഞ്ഞ വെറും 17 വയസ്സുള്ള കുട്ടിയുണ്ട് കുതിരപ്പുറത്ത് വരണത്. പുത്രദായകനാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുതിരാനിലിരിക്കുന്ന ആളാ. ആ ആളല്ല ശബരിമലയിൽ, ആ ആളല്ല വലിയമ്പലത്തിൽ എരുമേലിയിൽ ഇരിക്കണത്, ആ ആളല്ല ചെറിയമ്പലത്തിൽ എരുമേലിയിൽ ഇരിക്കണത്, ആ ആളല്ല ചമ്രവട്ടത്തിരിക്കണത്, ആ ആളല്ല ആറാട്ടുപുഴ ഇരിക്കണത്, ആ ആളല്ല തിരുവള്ളക്കാവിൽ ഇരിക്കണത്. എല്ലാവിടെയും ശബരിമല പടം കൊണ്ടേ വയ്ക്കും. ശബരിമല മാത്രമാണ്. ഇറ്റ്സ് എ യുണീക് പ്ലേസ്. മദ്യപിക്കണ അയ്യപ്പനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കളമ്പാട്ട് കാണും, കാമുകിയുണ്ട്, അവളാണ് കള്ളൊഴിച്ചു കൊടുക്കുന്നത്. പാട്ടിലുള്ളതാ. പൊന്നിനങ്ക എന്ന് പറയും. അവള് മദ്യക്കുടം ചുമന്ന് നിൽക്കണത് വരയ്ക്കും. ഭഗവാൻ കുതിരയുടെ അവിടെ ഇങ്ങനെ ചാരി നിൽക്കണത് അമ്പും വില്ലുമായിട്ട്, നല്ല മീശയായിട്ടുള്ള ചെറുപ്പക്കാരൻ സുന്ദരൻ അങ്ങനെ വരയ്ക്കുമ്പോ പൊന്നിനങ്കയുടെ അടുത്ത് എന്ന് നായാട്ട് കഴിഞ്ഞിട്ട് ചെന്നിട്ട് പറയും, ഞാൻ നായാട്ട് കഴിഞ്ഞ് വരികയാണ്, എനിക്ക് ദാഹിക്കണു, നീ ഇത്തിരി കള്ള് താ പറയും. അവള് പറയും, കാര്യം നിങ്ങൾ എൻ്റെ സ്വന്തം ചങ്കൊക്കെയാണ്, എൻ്റെ ഹൃദയമാണ്, നിങ്ങൾ എൻ്റെ പൊന്നാണ്, തങ്കാണ്, ഒക്കെ ശരിയാണ്, പക്ഷെ കാശ് തരാണ്ട സ്വാമി, ഞാൻ കള്ള് തരില്ല പറയും. അപ്പൊ പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ നായാട്ടുകാരൻ, ഒന്നുമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പറയുമ്പോൾ സ്വാമിക്ക് ദേഷ്യം വന്നിട്ട് അസ്തമിക്കാൻ പോണ സൂര്യനെ എടുത്തിട്ട് പൊന്നാണയാക്കിയിട്ട് ഇന്നാ പിടിച്ചോ നിന്റെ പൈസ എന്ന് പറഞ്ഞു കൊടുക്കും. അവൾ അതിനെടുത്ത് നല്ല അലക്കിയ തുണിയുടെ ഉള്ളിൽ വെച്ചിട്ട് അവളുടെ പെട്ടിയുടെ ഉള്ളിൽ വെക്കും, മരപ്പെട്ടിയുടെ ഉള്ളിൽ. എന്നിട്ട് ഒരു കുടം കള്ളു കൊടുക്കും. സ്വാമി അത് മുഴുവൻ കുടിച്ച് സന്തോഷമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. രാവിലെ ആയപ്പോൾ സൂര്യനെ കാണാനില്ല. ദേവന്മാരൊക്കെ ഓടി വന്നിട്ട് പൊന്നിനങ്ക എടുത്തിട്ട് വന്ന് പറയും, സൂര്യനെ വിട് പറയും. അപ്പൊ ഭഗവാനെ വിളിച്ച് എണീപ്പിച്ച് ഭഗവാൻ വീണ്ടും സൂര്യനെ മോചിപ്പിക്കണു. ഇതൊക്കെ നമ്മുടെ പാട്ടുകളിൽ, അമ്പലങ്ങളിൽ കളം വരച്ച് ഈ വള്ളുവനാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം. ആ വാഴയങ്കടിയും ആനമങ്ങാടും പെരുന്തൽമണ്ണ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യപ്പന്റെ കളം വരച്ചുള്ള പാട്ടിൽ നിങ്ങൾക്ക് ഈ പാട്ടൊക്കെ കേൾക്കാം. ഇത് ശരത് ഹരിദാസന്റെ ഇമാജിനേഷൻ ഒന്നുമല്ല.